വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ബൂർഷ്വാ രാഷ്ട്രീയക്കാരനാണ് പയ്യന്നൂരിൽ മധുസൂദനൻ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പ്രധാന വിമർശനം. താനാണ് പാർട്ടി എന്ന മധുസൂദനന്റെ ശൈലി നേതൃത്വം അംഗീകരിച്ചു നൽകിയെന്ന ആരോപണവും പുസ്തകത്തിലുണ്ട്. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് കോറോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ കൂർക്കര ബ്രാഞ്ച് യോഗം അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, വാക്കാലുള്ള ഒരു തുറന്നു പറച്ചിൽ മാത്രമാണ് ആദ്യം കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. അത് വലിയൊരു കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇനിയിപ്പോൾ പുസ്തകം കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തൊക്കെയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ജീന, പാർട്ടിയുടെ അകത്ത് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് പയ്യന്നൂരിലെ CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് 5 വർഷം മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തു പറഞ്ഞതാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം. അത് CPM-ന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്തതാണ്. അതിൻ്റെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തു. പക്ഷേ അത് അവിടെ ഒതുങ്ങില്ല എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ സൂചനകളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണ പുസ്തകം ഈ വരുന്ന 4-ാം തീയതി ഫെബ്രുവരി 4-ന് പ്രകാശനം ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്തെ ഉള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്നുള്ള കാര്യം സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അത് സംബന്ധിച്ച് എന്തൊക്കെ വരും എന്നുള്ള കാര്യത്തിനകത്ത് വലിയ തരത്തിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPM-നും അത് വലിയ തരത്തിലുള്ള ഭീഷണി, ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളരുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ ഇപ്പോൾ ചോർന്നു കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് പയ്യന്നൂരിലെ നിലവിലെ MLA-യും മുൻ ഏരിയ സെക്രട്ടറിയുമായ ടി.ഐ. മധുസൂദനെതിരെയുള്ള നിരവധി ആരോപണങ്ങളും അദ്ദേഹം പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ട് ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടി താനാണ് എന്നുള്ള തരത്തിൽ അവിടെ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചുമാണ് അദ്ദേഹം ഇതിനകത്ത് പ്രധാനമായി പറയുന്നത്. ആശ്രിതരെ ഉണ്ടാക്കുകയും അതുപോലെ അസംതൃപ്തരെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ടി.ഐ. മധുസൂദനൻ പയ്യന്നൂരിൽ ചെയ്തതെന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പ്രധാനമായി ആരോപണമായി പറയുന്നത്. ആശ്രിതരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ സ്ഥാപനങ്ങളിലടക്കം ജോലി നൽകുന്ന ഘട്ടത്തിൽ അത് പാർട്ടിയല്ല താനാണ് നൽകിയത് എന്നുള്ള തരത്തിൽ പ്രചരണം നടത്തുക, അതിനുവേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ സൃഷ്ടിക്കുക. ഇവർ ഈ മധുസൂദനു വേണ്ടി സ്തുതിപാടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇതിന് വിമർശിക്കുന്ന തരത്തിൽ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് തീരാത്തൊരു പക വെച്ച് പുലർത്തുന്ന സമീപനവും ടി.ഐ. മധുസൂദനൻ എന്നുള്ള നേതാവിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മുതിർന്ന നേതാവും മുൻ പയ്യന്നൂർ MLA-യുമായ C. കൃഷ്ണൻ അതുപോലെ തന്നെ വി. നാരായണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോകുന്നൊരു ശൈലിയായിരുന്നു ടി.ഐ. മധുസൂദനൻ പിന്തുടരുന്നത്. ഒപ്പം തന്നെ നിലവിലെ ഏരിയ സെക്രട്ടറി P. സന്തോഷിനെയും അതുപോലെ തന്നെ പയ്യന്നൂർ നഗരസഭാ ചെയർമാനും DYFI ജില്ലാ സെക്രട്ടറിയുമായ സരിൻ ശശി ഇവരോടൊക്കെയുള്ള ടി.ഐ. മധുസൂദന്റെ സമീപനം എന്തെന്ന് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള അണികൾക്കും കൃത്യമായി അറിയാം. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ടി.ഐ. മധുസൂദന്റെ നിലപാടും പ്രവർത്തന ശൈലിയും എന്നുള്ള കാര്യത്തിനകത്ത് പിടികിട്ടുമെന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായ തരത്തിൽ ആ മേഖലയിൽ പയ്യന്നൂർ മേഖലയിൽ വലിയ തോതിൽ പാർട്ടി അനുഭാവികൾക്കിടയിലും അതുപോലെ തന്നെ സാധാരണ പ്രവർത്തകർക്കിടയിലും വലിയ തരത്തിലുള്ള ചലനം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പൊതുവെ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. കാരണം കണ്ണൂക്കര എന്ന് പറയുന്ന അവിടെയുള്ള ഒരു ബ്രാഞ്ചിൽ ഇന്നലെ ഒരു മീറ്റിംഗ്, അവരുടെ ഒരു യോഗം വിളിച്ചിരുന്നു, ബ്രാഞ്ച് മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ ബ്രാഞ്ച് യോഗത്തിനകത്ത് 17 അംഗങ്ങൾ പങ്കെടുക്കേണ്ടടുത്ത് ആകെ 12 പേർ വിട്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആകെ 5 പേർ മാത്രമാണ് ഈ യോഗത്തിനകത്ത് വന്നത്. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള K. വിജേഷ് പങ്കെടുത്ത യോഗത്തിനകത്ത് 12 പേർ പങ്കെടുക്കാതിരുന്നത് വി. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പരസ്യമായും രഹസ്യമായും ഒക്കെ വി. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പയ്യന്നൂരിലെ CPM-ൽ കരുനീക്കങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ജീന, വിജിഷ്, അതാണ് ഈ പാർട്ടിക്കകത്ത് തന്നെ പല രീതിയിൽ അതൃപ്തിയുള്ള ആൾക്കാരുണ്ടാകും, ഇതുപോലെ തുറന്നു പറച്ചിലുകൾക്ക് പേടിയുള്ള ആൾക്കാരുണ്ടാകും. ഈ കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലോടുകൂടി പാർട്ടി അണികൾ 2 വിഭാഗക്കാരായി മാറുന്നെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരുമുണ്ട് എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ പ്രകടനത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണച്ച് ഒരുപാട് പേർ രംഗത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഭൂരിപക്ഷമുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വളരെ സിമ്പിളായി പുറത്താക്കാൻ കഴിയുന്ന ആൾ മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പയ്യന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പയ്യന്നൂരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നുള്ള
സൂചനകൾ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം അവിടെ ഈ കുഞ്ഞികൃഷ്ണനെതിരെ ജില്ലാ കമ്മിറ്റി പുറത്താക്കൽ പ്രഖ്യാപിച്ച ഉടനെയായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രകടനം നടന്നു. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രകടനം നടന്നത്. ആ പ്രകടനത്തിന് പിന്നാലെ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ആളുടെ ബൈക്ക് കത്തിക്കുന്ന ഒരു സമീപനവും പയ്യന്നൂരിൽ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് വലിയ തരത്തിൽ തെറ്റായിപ്പോയി എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവിടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പി ജയരാജനും ഒപ്പം തന്നെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷും സരിൻ ശശി അടക്കമുള്ള പയ്യന്നൂരിൽ നിന്നുള്ള പ്രാദേശിക CPM നേതാക്കന്മാരും ആ വീട്ടിലെത്തി വി പ്രസന്നനെ കണ്ടിരുന്നു. തുടർന്ന് ഇനി അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രത്യക്ഷ നിലപാട് സ്വീകരിക്കരുത് എന്നുള്ള കാര്യമാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ മേഖലയിലുള്ള ആൾക്കാരെടുത്ത് പാർട്ടി അനുഭാവികളോട് CPM നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെ അല്ല. പല സ്ഥലങ്ങളിലും വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പോസ്റ്ററുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പല മേഖലകളിൽ നിന്നിരുന്ന ഈ വിഭാഗീയത ടി ഐ മധുസൂദന്റെയും അതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണനും അനുകൂലമായി നിലനിന്നിരുന്ന ഒരു വിഭാഗീയത വലിയ തോതിൽ പയ്യന്നൂരിലെ CPM-ൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ CPM-നുള്ളത്. കാരണം ഈ പുറത്താക്കൽ നടപടി കൊണ്ട് മാത്രം തീരുന്നതല്ല പയ്യന്നൂരിലെ പ്രശ്നങ്ങളെന്ന് CPM മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇനി ഇതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് CPM-ന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഏതായാലും 4-ാം തീയതി പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് മുൻപ് 2-ാം തീയതി പയ്യന്നൂരിൽ MV ഗോവിന്ദന്റെ LDF ജാഥ വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലൊക്കെ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാകും. പയ്യന്നൂരിൽ എങ്ങനെയാണ് അണികളും അനുഭാവികളും ചില കാര്യങ്ങളുണ്ട്. അതിലപ്പുറം കൂടുതൽ വിമർശനങ്ങൾ മധുസൂദനെതിരെയും ഒപ്പം പാർട്ടിയിലെ മറ്റ് നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെയും ഉണ്ടാകും ഈ പുസ്തകത്തിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്യും.